വചനത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ കർത്താവിനെ സമർപ്പിക്കുകയാണ്. ജീവനും എൻ്റെ സർവസ്വവും കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു, പൂർണ്ണമായിട്ടും വിട്ടുതരുന്നു. പകലിൻ്റെ അധ്വാനങ്ങൾ, വ്യഗ്രതകളിൽ നിന്നെല്ലാം മാറി അങ്ങയുടെ സ്വരത്തിന് വേണ്ടി ഇതാ കാതോർക്കുന്നു. അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമുവേലിനെ പോലെ ആഗ്രഹിക്കുകയാണ് കർത്താവേ, അങ്ങ് അരുളി ചെയ്താലും അങ്ങയുടെ ദാസരിതാ ശ്രവിക്കുന്നു. കർത്താവേ, ജീവിതം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അധ്വാനങ്ങൾ, വേദനകൾ, വ്യഗ്രതകൾ, ഞങ്ങളുടെ രോഗങ്ങൾ, തകർച്ചകൾ, ഞങ്ങളുടെ മനസ്സിനെ, ശരീരത്തെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ മേഖലകളിലും അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരികയും കർത്താവേ, ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം മുഴുവനെയും അങ്ങ് ഏറ്റെടുക്കണമേ. മാലാഖമാരെ അയക്കണമേ. ദൂതന്മാരിറങ്ങി വരണമേ. അന്ധകാരങ്ങളെ ശാസിച്ചകറ്റണമേ. ഹൃദയത്തിൽ ശാന്തതയും സമാധാനവും കൊടുക്കണമേ. കർത്താവേ, ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ ഇവയിലെല്ലാം അങ്ങ് കടന്നു വരണമേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങിലാണ് ഞങ്ങളുടെ ആശ്രയം. അങ്ങാണ് ഞങ്ങളുടെ ജീവൻ്റെ അഭയം, ജീവിതത്തിൻ്റെ ആധാരം. കർത്താവേ, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ സഹായത്തിന് ആരുമില്ല. മുൻപിലും പിൻപിലും ആരുമില്ല. അങ്ങല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. 73-ാം സങ്കീർത്തനം 25-ാം തിരുവചനം, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ രക്ഷകനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ധാന്യവും വീഞ്ഞു വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് കർത്താവെ. പാപപങ്കലമായ, തിന്മകൾ നിറഞ്ഞ, ആകുലതകളും ദുഃഖങ്ങളും രോഗങ്ങളും നിറഞ്ഞ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഏറ്റെടുക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും